ആൾക്കാരുടെ മുന്നിൽ ഞാൻ കാരണം ഉയർത്തിപ്പിടിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ ഇക്കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലേക്ക് എനിക്ക് അവരുടെ ഒഫീഷ്യൽ അതിഥിയായിട്ട് അവരെ ഇൻവിറ്റേഷൻ കിട്ടി. ഇന്ത്യയിൽ നിന്ന് ആകെ 2 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞാനും പിന്നെ അതുപോലെ തന്നെ ഹാദിയ പറഞ്ഞ കോഴിക്കോടുള്ള ഒരു കുട്ടിയും. അപ്പൊ അതില് 1500 എൻക്വയറീസ് വന്നു. 7ലേറെ സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ 2 പേരെയും അവര് സെലക്ട് ചെയ്തത്. അപ്പോ 13 ദിവസത്തെ പരിപാടിയായിരുന്നു അവിടെ ഖത്തറിൽ ഉണ്ടായിരുന്നത്. എനിക്ക് എന്റെ ഭാഗ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ സ്റ്റേഡിയങ്ങളായ ലുസൈലും ഖലീഫ സ്റ്റേഡിയത്തിലാണ് എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ അവസരം കിട്ടിയത്. അത് ബിഫോർ മാച്ചും ആഫ്റ്റർ മാച്ചും 3 മണിക്കൂർ ബിഫോർ മാച്ചും 4 മണിക്കൂർ ആഫ്റ്റർ മാച്ചുമാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോ ഫുള്ള് ഇപ്പോ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിക്കോട്ടെ അവിടെ സ്റ്റേ ആയിക്കോട്ടെ എല്ലാതും അവരെ അണ്ടറിലായിരുന്നു. അപ്പൊ എനിക്ക് നിൽക്കാനുള്ള സൗകര്യം പറഞ്ഞാല് 3 BHK ഒരു ഫ്ലാറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ 13 ദിവസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ബസ് എനിക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് റൂമിലേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഫുഡ് ആയാലും എല്ലാതും. കാരണം ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ എത്തുന്നു. അപ്പൊ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരു റിസൾട്ട് ദൈവം തന്നു. പിന്നെ ഇവിടെയൊക്കെ ഞാൻ നിൽക്കാൻ പറ്റിയതിന് മെയിൻ കാരണം പറഞ്ഞാൽ എന്റെ പേരൻസ് ആണ്, ഫാമിലി. അവര് തരുന്ന സപ്പോർട്ട് കാരണമാണ് ഞാനിവിടെ ഇന്നും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് ഒരു കാര്യം സാധിച്ചാല് നമ്മള് ഒരുപാട് തവണ ചിലപ്പോൾ അതിന് ഫെയിലാവും. അപ്പോൾ നമ്മള് ഞാനൊരു 30 സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 352 ടേക്ക് വരെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ വീഡിയോ 10 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോ അത് എനിക്ക്